വിളിച്ചിട്ടും എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കോട്ടക്കൽ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അക്കാദമിയിലെ കർണാട്ടിക് സംഗീത അധ്യാപിക രാധിക ടീച്ചറുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. സംഗീത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുസ്മരണത്തിൽ പങ്കുചേർന്ന് ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. നിരവധി ഭാഷകളിൽ ഗാനമാധുര്യം കൊണ്ട് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ എസ് ജാനകിയുടെ വേർപാട് സംഗീത ലോകത്തിനും മലയാളികൾക്കും തീരാ നഷ്ടമാണെന്ന് രാധിക ടീച്ചർ പറഞ്ഞു. ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജാനകി അമ്മയുടെ സംഗീത പ്രതിഭയെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് അമ്മാവനായിരുന്നു. എന്നാൽ ഇന്ന് സംഗീതം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുടുംബത്തിൻ്റെയും അക്കാദമിയുടെയും എല്ലാ പിന്തുണയും ലഭ്യമാണെന്നും ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വന്തം കഴിവുകൾ വളർത്തിയെടുക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്തമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഗീത പഠനത്തിന് പ്രായപരിധിയില്ലെന്നും കുട്ടികൾ മുതൽ യുവാക്കളും മുതിർന്നവരും രക്ഷിതാക്കളും ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപോലെ സംഗീതം അഭ്യസിക്കാൻ അവസരമൊരുക്കുന്നതിൽ അക്കാദമി പ്രതിബദ്ധമാണെന്നും രാധിക ടീച്ചർ കൂട്ടിച്ചേർത്തു. ജാനകിയമ്മയുടെ തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്ന ഗാനം ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചു. ചടങ്ങിൽ വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നഫീസ പാലാണി, സാഹിറ കുറ്റിപ്പാല, ഫാത്തിമ പാലാണി എന്നിവർ എസ് ജാനകിയുടെ സംഗീത സേവനങ്ങളെ അനുസ്മരിച്ച് സംസാരിച്ചു. തുടങ്ങി വെച്ചത് വളരെയധികം വലിയ ഒരു സ്ഥാപനമാക്കണമെന്നും ഇവിടെ വരുന്ന കുട്ടികൾ സന്തോഷത്തോടെ സംഗീതം ഉൾക്കൊള്ളണമെന്നും കരുതിയിട്ടാണ്. കൃത്യമായ ക്ലാസുകൾ, കൃത്യമായ നോട്ടുകൾ, കൃത്യമായ പാഠങ്ങൾ ഇവ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. അലസത ഒന്നിനും തടസ്സമാവരുത്. മടി പിടിച്ചാൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല, പ്രത്യേകിച്ച് സംഗീതം. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കത്തി മൂർച്ച കൂട്ടുന്ന പോലെ എന്നും നമ്മുടെ വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ ഒക്കെ കത്തി മൂർച്ച കൂട്ടുന്ന പോലെ നമ്മുടെ ശബ്ദത്തെ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, മൂർച്ച കൂട്ടി വെക്കണം. എങ്കിൽ മാത്രമേ അത് പ്രയോഗിക്കാൻ സാധിക്കൂ. എനിക്കിത് വേണോ, എന്നെ കൊണ്ടാവുമോ എന്നുള്ളൊരു ചെറിയ മടി തലച്ചോറ് കിടക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആര് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് സ്വയം തോന്നണം, കുട്ടികൾക്ക് സ്വയം തോന്നണം. അതിന് ബാക്കി എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വരുത്താൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ആകെ എനിക്കുള്ള സമ്പത്ത് എൻ്റെ മക്കൾ തന്നെയാണ്. എൻ്റെ മക്കൾ തന്നാൽ എൻ്റെ 2 മക്കളപ്പുറം 35 വർഷം സംഗീതാധ്യാപികയായിട്ട് പർപ്പൂർ സ്കൂൾ പഠിപ്പിച്ചു, IUHS പഠിപ്പിച്ചു. അവരൊക്കെ എൻ്റെ മക്കളാണ്. ആ ഒരു വിളിയിലാണ്, ഷംസുദ്ദീന്റെയും റബീഹിന്റെയും വിളിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനു മുൻപ് KMK വേലൈ സാറ് എന്നോട് നേരിട്ട് അഭ്യർത്ഥിച്ചതായിരുന്നു തിരിച്ചു വരണം. പക്ഷെ അന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് ജോലിയിലിരിക്കുന്നത് കൊണ്ടാണ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നീട് എൻ്റെ മക്കൾ വന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ജാനകി അമ്മയുടെ അനുസ്മരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംഗീതത്തില് മുടിചൂടാമണിയായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ്. ഒരുപാട് പാട്ടുകൾ, ബാബുരാജ് മാഷ്ട പാട്ടുകൾ, അതുപോലെ ദേവരാജ മാഷ്ട പാട്ടുകൾ. ഏറ്റവും അവസാനം പാടിയിട്ടുള്ളത് ചാന്തുപൊട്ട സിനിമയിലെ പാട്ടാണ്. അതുപോലെ ഡുവറ്റുകൾ യേശുദാസുമായിട്ടും ജയചന്ദ്രനുമായിട്ടും
പുതിയ തലമുറയിലെ ജി സുമാരൊക്കെ ആയിട്ട് ഡുവറ്റ് പാടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പാട്ടിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. കുട്ടികൾക്ക് അമ്മമാർക്കും ഇതിൽ പങ്കെടുക്കാം എന്ന്, അതുപോലെ അച്ഛന്മാരും ചിലപ്പോൾ ചില ക്ലാസ്സുകളിൽ അച്ഛന്മാർ വരാറുണ്ട്, അവർക്കും പങ്കെടുക്കാം എന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. എൻ്റെ മക്കൾ ഇപ്പോൾ നിങ്ങൾ ഈ മുന്നിലിരിക്കുന്നവർ ഓരോരുത്തരായിട്ട് വന്ന്, അത് തെറ്റുന്നോ അല്ലെങ്കിൽ ഒരു മത്സരമല്ല, നിങ്ങൾക്ക് അവസരമാണ്. മൈക്ക് എങ്ങനെ പിടിക്കണം, മൈക്കിൽ പാടിയ ശരിയാവൂ എന്നുള്ള ആ ആശങ്ക ഒഴിവാവാൻ, അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ നന്നാക്കാൻ, മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. അല്ലാതെ ഇവിടെ ഞാൻ മാർക്ക് ഇടുന്നില്ല, തിരുത്തുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഡുവറ്റായിട്ട് പാടുന്നുണ്ടെങ്കിൽ, ആണിൻ്റെ പാടി വരുന്നെങ്കിൽ പെണ്ണിന്റെ ഫീമെയിൽ സിംഗറിന്റെ പാട്ട് വേണമെങ്കിൽ ഞാൻ പാടിത്തരാം. അങ്ങനെ ചെറിയ ചെറിയ പാട്ടുകൾ, മുഴുവൻ പാടണമെന്നൊന്നുമില്ല, ഒരു ഫുൾ പാട്ട് പാടണമെന്നൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. 1938 ജനിച്ച് 2026 വരെ ഇന്ത്യൻ സംഗീതത്തിൽ തിളങ്ങി നിന്ന താരമായിരുന്ന ജാനകി അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കൊരു മിനിറ്റ് മൗനം ആചരിക്കാം. എല്ലാവരും ഒന്ന് വേണ്ടിയിട്ട് നിന്ന് ഒരു മിനിറ്റ് മൗനം. മക്കൾക്ക് മാതൃകയായിട്ട് ഞാൻ തന്നെ പാടാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പാഴുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പാഴുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിരക മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിരക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ടാൻ പോകാമോ നമുക്ക്. തുമ്പീവ തുമ്പക്കുരത്തി തുഞ്ചത്താൻ ഊഞ്ഞാലിടാ, തുമ്പീവ തുമ്പക്കുരത്തി തുഞ്ചത്താൻ ഊഞ്ഞാലിടാ.
കിളിയേ കിളിയേ മൺമണിമേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു മിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകിനഴകേ. ലാ 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 ലാ. La 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 la. La 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 la. La 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 la. La 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 la. La 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 la. മനസ്സിലായോ? ഒന്നുകൂടി നോക്കാം. La 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 la. La 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 la. La 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 la. La 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 la. തുമ്പി വാ തുമ്പക്കുടത്തി. തുഞ്ചത്തായു ഞാനിടാം. ഒന്നിച്ച് തുമ്പി വാ തുമ്പക്കുടത്തി തുഞ്ചത്തായു ഞാനിടാം. തുമ്പി വാ തുമ്പക്കുടത്തി തുഞ്ചത്തായു ഞാനിടാം. മലബാർ ലൈവ് കോട്ടയ്ക്കൽ.